കേരളത്തിലെ മാനേജ്മെൻറ്റുകൾക്ക് ക്യാമ്പസിൽ രാഷ്ട്രീയം നിരോധിക്കാനുള്ള ഒരു ഉത്തരവ് ഹൈക്കോടതി ഇടുന്നു. അതിനുശേഷം 6ഓളം വിധികൾ കേരള ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. ഏറ്റവും ഒടുവിൽ 2020 ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചും കലാലയ രാഷ്ട്രീയം പൂർണ്ണമായും നിരോധിക്കണം എന്ന നിലപാടാണ് കൈക്കൊള്ളുന്നത്. ഇവിടെ കേരള സംസ്ഥാന സർക്കാർ പ്രതിപക്ഷത്തിൻ്റെ സഹകരണത്തോടുകൂടി കലാലയ രാഷ്ട്രീയം നിരോധിച്ചതിനെതിരെ ഒരു നിയമനിർമ്മാണം നടത്തണം എന്നാവശ്യപ്പെടുന്നൊരു സാഹചര്യമുണ്ട്. തീർച്ചയായും കേരളത്തിലെ കലാലയങ്ങളിൽ രാഷ്ട്രീയ പ്രവർത്തനം നടക്കണം എന്ന് അഭിപ്രായപ്പെടുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ അതിൻ്റെ രൂപവും ഭാവവും എന്തായിരിക്കണം എന്നുള്ളതാണ് സംവാദത്തിൽ നമ്മൾ വയ്ക്കേണ്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്ന്. കലാലയങ്ങളിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു പ്ലൂറലിസമായ അഥവാ ബഹുമുഖമായിട്ടുള്ള ബഹുസ്വരതയുടെ രാഷ്ട്രീയമായിരിക്കണം ക്യാമ്പസിൽ കൊണ്ടുവരേണ്ടത്. ഇപ്പോഴും എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഈ ക്യാമ്പസിൽ കൊടികൾ ഉയർത്തുന്നതിലൂടെ നിങ്ങൾ എന്താണ് യഥാർത്ഥത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്? കൊടികൾ എപ്പോഴും നിൽക്കുന്നത് വിജയഭേരിയുടെ ലക്ഷണമായി, നിങ്ങൾ കീഴടക്കലിൻ്റെ ആധിപത്യത്തിൻ്റെ സ്വഭാവമുള്ള ചിഹ്നങ്ങളായിട്ടാണ് പലപ്പോഴും വരുന്നത്.